ഇന്ത്യയെ അന്നമൂട്ടുന്ന കർഷകരെ ആർക്കാണ് പേടി? എന്തിനാണ് പേടി? എന്തുകൊണ്ടാണ് അവരെ എല്ലായിടത്തും തടഞ്ഞു വയ്ക്കുന്നത്? കഴിഞ്ഞ ദിവസം പാർലമെന്റിലെത്തിയ കർഷകരെയും സുരക്ഷാ ഭടന്മാർ തടഞ്ഞു. രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നതാ, അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും തടഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടപെട്ടപ്പോൾ അവരെ കടത്തിവിടേണ്ടി വന്നു. കർഷകരുടെ പ്രതിനിധികളുമായി രാഹുൽ ഗാന്ധി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു. ഈ തടഞ്ഞു വയ്ക്കലുണ്ടല്ലോ, അതൊരു ചൊരുക്കാണെന്നാണ് തോന്നുന്നത്. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കൽ ഈ കർഷകരുടെ മുമ്പിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നതാണ്. ഓർമ്മയില്ലേ? 3 കർഷക വിരുദ്ധ നിയമങ്ങൾ ഈ സർക്കാർ പാസാക്കി. വടക്കേന്ത്യയിലെ കർഷകർ അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം, പ്രക്ഷോഭം, സമരം നടത്തി. ഏറ്റവും അവസാനം ആ 3 കർഷക വിരുദ്ധ നിയമങ്ങളും പിൻവലിച്ചുകൊണ്ട് കണ്ടം വഴി ഓടേണ്ടി വന്നു 56 ഇഞ്ച് നെഞ്ചളവുള്ള പാർട്ടിക്കും പാർട്ടിയുടെ നേതാവ് മോദിക്കും. അന്ന് കർഷകർക്കൊപ്പം നിന്ന ആളാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രാക്ടർ ഓടിച്ച് പാർലമെന്റിലേക്ക് വന്ന രാഹുൽ ഗാന്ധിയെ. ആ ഒരു തോൽവി ഇപ്പോഴും സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെ തടയാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അവരുടെ സമരം ഞങ്ങൾ ഗൗനിക്കുന്നില്ല എന്നൊരു ഭാവമാണ് സർക്കാർ ഇപ്പോഴും എപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി വേറെയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവരെ കേൾക്കാൻ, അവരുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഇന്ന് അതിശക്തമായ ഒരു പ്രതിപക്ഷ നിര ഇന്ത്യയിലുണ്ട്. ഇന്ത്യ മുന്നണി 237 അംഗങ്ങൾ ലോക്സഭയിൽ മാത്രമുള്ള ഒരു മുന്നണിയാണ്. അതിലൊരു നേതാവുണ്ട്, അത് രാഹുൽ ഗാന്ധിയാണ്. ഇന്നലെ ഈ കർഷകർ പാർലമെന്റിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ്. 7 കർഷക പ്രതിനിധികളുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. അവർ വന്നപ്പോൾ സുരക്ഷാ ഭടന്മാർ പ്രധാന ഗേറ്റിൽ തടഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരം വന്നതാണെന്ന് പറഞ്ഞിട്ടും അവരെ കടത്തിവിടാൻ ഈ സുരക്ഷാ സംവിധാനം തയ്യാറായില്ല. രാഹുൽ ഗാന്ധി ശക്തമായിട്ട് തന്നെ പ്രതിഷേധിച്ചു. ഇതിന് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. അവരെ കയറ്റിവിടുന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ കടത്തിക്കൊണ്ടു പോരും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴാണ് സുരക്ഷാ ഭടന്മാർ ഒന്നയഞ്ഞത്. രാഹുൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് 12 കർഷക പ്രതിനിധികളെ ഉള്ളിലേക്ക് കടത്തിവിടാൻ അധികാരികൾ സമ്മതിച്ചു. 7 പകരം 12 കർഷകർ. അവരുമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ KC വേണുഗോപാലിനും മറ്റുമൊപ്പം അദ്ദേഹം ദീർഘനേരം സംസാരിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ഒന്നാന്തരം ലക്ഷണമാണിത് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കർഷകർക്ക് ഇങ്ങനെ വന്ന് പാർലമെന്റിൽ കയറാൻ പറ്റുമോ? അവരെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനുണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ വെച്ച് തന്നെ തടയും. ഇപ്പോഴങ്ങനെയല്ല, കാര്യങ്ങൾ മാറുകയാണ്. അന്ന് അംബാനിക്കും അദാനിക്കും മാത്രമാണ് സർക്കാർ ചുവന്ന കമ്പളം വിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പാടത്തെ ചേറും ചെളിയുമായി വരുന്ന കർഷകരെയും ജനങ്ങളുടെ അവകാശങ്ങളുടെ കേന്ദ്രസ്ഥാനമായ പാർലമെന്റിലേക്ക് കടത്തിവിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് മാറി വന്നിരിക്കുകയാണ്. പണ്ട് ജനാധിപത്യത്തിൻ്റെ ഈ ശ്രീകോവിലുണ്ടല്ലോ, സാധാരണക്കാർക്ക് പ്രാപ്യമായിരുന്നില്ല. ഇന്നത് മാറുന്നു. സാധാരണ കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ കടന്നു ചെല്ലാവുന്ന ഒരിടമായിട്ട് ഇന്ത്യ മുന്നണി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കർഷകർ ഇന്ന് സമരരംഗത്താണ്. ഹരിയാന അതിർത്തിയിൽ, പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പഞ്ചാബിൽ നിന്ന് വന്ന കർഷകരെ തടഞ്ഞു വച്ചിരിക്കുക. ശംഭു എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വാഹനങ്ങൾ അടക്കം തടഞ്ഞു വച്ചിരിക്കുക. 15,000-ഓളം കർഷകർ ഇപ്പോഴവിടെ തമ്പടിച്ചു കിടക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 12 വന്നതാണ്. അവരെ കടത്തിവിടാൻ ഹരിയാന സർക്കാർ തയ്യാറാവുന്നില്ല. അവർ ഡൽഹി മാർച്ച് എന്ന പേരിൽ ഡൽഹിയിലെത്തി അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ച് സമരത്തിനു വേണ്ടി വന്നവരാണ് ഈ കർഷകർ. പക്ഷേ ഈ ഫെബ്രുവരി 12 മുതൽ അവിടെ കാത്തു കിടന്നിട്ടും സർക്കാർ അവരെ
അനുവദിക്കുന്നില്ല. ഒടുവിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കർഷകർക്ക് അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചു. അവരെ ഡൽഹിയിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിരിക്കുകയാണ് ഹരിയാന സർക്കാർ. അവർ പറയുന്നത് കവചിത വാഹനങ്ങളുമായിട്ടാണ് ഈ കർഷകർ വന്നിരിക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കവചിത വാഹനങ്ങൾ. ഹരിയാന സർക്കാരിൻ്റെ വാദം കേട്ടാൽ ചിരി വരും. ഈ പാവപ്പെട്ട കർഷകർ ഇനി ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ വലിയ കലാപം ഉണ്ടാക്കും, യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കും, ചിലപ്പോൾ മോദിയെ താഴെ ഇറക്കി ഭരണത്തെ അട്ടിമറിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഈ കർഷകർക്കെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് വഴങ്ങാൻ കർഷകർ തയ്യാറല്ല. അവരവിടെ കിടക്കുകയാണ്. അവരുടെ പ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്നത്, രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നത്. അവർ ഈ ബജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചതാ? നമ്മുടെ നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിപ്പോയി. ഒന്നും ഉണ്ടായില്ല. അത് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ബജറ്റാ. അല്ലെങ്കിൽ ആന്ധ്ര, ബീഹാർ പോലെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റായിരുന്നു. സാധാരണ കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങളൊന്നും അതിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷ നേതാവിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചതും അദ്ദേഹം അവരെ അവിടേക്ക് ക്ഷണിച്ച് വരുത്തിയതും. നമ്മൾ പറഞ്ഞല്ലോ, കർഷകരെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കാറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സംഭവമാണ് ഹരിയാനയിൽ ഉണ്ടായത്. ശംഭു അതിർത്തിയിൽ ബാരിക്കേഡ് കെട്ടി കർഷകരെ തടഞ്ഞതിന് 3 IPSകാരടക്കം 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ധീരതയ്ക്കുള്ള പോലീസ് മെഡൽ സമ്മാനിക്കാൻ ഹരിയാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത്? സമരം ചെയ്യാൻ വന്നത് ഇന്ത്യക്കാരാ, ഇന്ത്യയിലെ പൗരന്മാരാ. അവർക്ക് ഡൽഹിയിൽ വരാനും അവിടെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നയിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളവരാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ബാരിക്കേഡ് കെട്ടി തടയാൻ പറ്റുമോ? അവരെ ഈ ശംഭു അതിർത്തിയിൽ തടഞ്ഞു എന്നുള്ളത് ശരിയാ. അതൊരു വലിയ ധീരകൃത്യമായിട്ടാണ് ഹരിയാന സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത്. എന്തൊരു നാണം കെട്ട പോലീസാണ്, അല്ലെങ്കിൽ എന്തൊരു നാണമില്ലാത്ത സർക്കാരാണ്. പോലീസുകാർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അതായത് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി, കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി അസാമാന്യമായ ധീരതയും അതുപോലെ തന്നെ മികവും സമർപ്പണവും പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന ഈ അവാർഡാണ് പഞ്ചാബിൽ നിന്നുള്ള പാവപ്പെട്ട കർഷകരെ തടയാൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നത്. ഈ BJP സർക്കാരിൻ്റെ മോദി ഭരണത്തിൻ്റെയൊക്കെ കീഴിൽ അധികാര സ്ഥാനങ്ങളൊക്കെ ഏത് വരെ പോകും, ഏതറ്റം വരെ പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ധീരതയ്ക്കുള്ള മെഡൽ കൊടുക്കാനുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്. സമരവീര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ കർഷകരെ അങ്ങനെ ചെറുതാക്കി കാണിക്കണ്ട കേട്ടോ. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ കർഷകരുടെ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം ഇതൊക്കെ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് പോലും 1988 മഴയിലും വെയിലിലും പ്രളയത്തിലുമൊക്കെ പാടത്ത് പണിയെടുത്ത് രാജ്യത്തിന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആളുകൾ, അവർക്ക് കൃഷിപ്പണി മാത്രമല്ല അറിയാവുന്നത്, പോരാടാനും അറിയാം. 1988 ഫെബ്രുവരിയിൽ ടിക്കായത്ത് എന്ന് പറയുന്ന BKU നേതാവിൻ്റെ നേതൃത്വത്തിൽ ഭാരത് കിസാൻ യൂണിയൻ മീററ്റിൽ നടന്നൊരു സമരം റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകരാണ് അവിടെ സബ് ഡിവിഷണൽ ഓഫീസറുടെ ആസ്ഥാന മന്ദിരത്തിന് ചുറ്റും തമ്പടിച്ച് സമരം ചെയ്ത് ദിവസങ്ങളോളം. എത്ര ദിവസം ആ സമരം നീണ്ടു നിന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പോലീസുമായിട്ടുള്ള സംഘർഷത്തിൽ വെടിയേറ്റ് മരിച്ച 7 കർഷകരുടെ മൃതശരീരങ്ങൾ മഞ്ഞുകട്ടയിൽ പൊതിഞ്ഞ് ഈ ഓഫീസിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. പിന്നീട് ടിക്കായത്ത് ഡൽഹിയിലും ബോട്ട് ക്ലബ് മൈതാനത്ത് ഇതുപോലെ നീണ്ട സമരം നടത്തുകയുണ്ടായി. ഒപ്പം ഓർക്കേണ്ടത്, ഈ 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ്റിനെ അവർ മുട്ടുകുത്തിച്ചതാണ്. അവരെ ചെറുതായി കാണരുത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ
ഒരു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിച്ച നാടാണിത്. രാഹുൽ ഗാന്ധി കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ കൊടി എന്നും ഉയർത്തിപ്പിടിക്കാൻ താങ്കളും തയ്യാറാവണം.